രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്ക് ഒരു പൊതി കൈമാറിയിരുന്നതായി രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ മൊഴി. ഗർഭചിത്രം നടത്താൻ ഗുളിക കൈമാറിയത് ജോബി എന്നായിരുന്നു അതിജീവിത മൊഴി നൽകിയത്. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെയാണ് ജോബിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അന്ന് ഈ ഗർഭചിത്രത്തിനുള്ള ഗുളിക കൊടുത്തുവിട്ടതെന്ന് അന്ന് നടത്തിയ പുറത്തുവന്ന ശബ്ദ സംപ്രേഷണത്തിലൂടെ ആ ശബ്ദരേഖകളിലൂടെ പുറത്താവുകയും ചെയ്തിരുന്നു. വിവരങ്ങൾ പൊതുജനം അറിയുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ജോബി ജോസഫ് നൽകിയിരിക്കുന്ന മൊഴിയിലൂടെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് കൊടുത്തുവിട്ടത്. അതിജീവിത പറയുന്നത് പോലെ തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചത്, ഗുളിക കൊടുത്തുവിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടാളിയും തന്നെയാണ്. എന്തൊക്കെയാണ് ഈ ജോബി ജോസഫ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി? തീർച്ചയായും സിജു, ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഗർഭചിത്ര കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ജോബി ജോസഫിന്, കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ജോബി ജോസഫിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്നാണ് ജോബി ജോസഫ് ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തുടർന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തി മൊഴി നൽകുകയായിരുന്നു. ഈ മൊഴി നൽകിയതിലാണ് പറയുന്നത് ഈ പെൺകുട്ടിക്ക്, അതായത് ഈ അതിജീവിതയ്ക്ക് ഒരു പൊതി കൈമാറിയിട്ടുണ്ട്. തൻ്റെ സുഹൃത്ത് തന്നുവിട്ട ആ പൊതിയാണ് കൈമാറിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തനിക്ക് യാതൊരുവിധ വിവരവും ഇല്ല എന്നുള്ള കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനോട് മൊഴിയായി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോൺ രേഖകൾ ഹാജരാക്കുവാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഫോൺ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് ജോബി ജോസഫ് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ ഫോൺ ഹാജരാക്കാനുള്ള നിർദ്ദേശം നിലവിൽ ജോബി ജോസഫിന് നൽകിയിട്ടുണ്ട്. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഫോൺ ഹാജരാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണ് എന്ന് കാട്ടി കോടതിയിൽ റിപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിജീവിത നൽകിയ പരാതിയിൽ പറയുന്നത് ജോബി ജോസഫാണ് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ടുള്ള മരുന്ന് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഈ പെൺകുട്ടിയിലേക്ക് എത്തിക്കുന്ന വ്യക്തി അത് ജോബി ജോസഫ് ആയിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സ്ഥിരീകരിക്കുന്ന കാര്യം തന്നെയാണ് ജോബി ജോസഫിന്റെ മൊഴിയിലും ഇപ്പോൾ പറയുന്നത്. കാരണം ജോബി ജോസഫ് സമ്മതിക്കുന്നുണ്ട് താൻ ഒരു പൊതി കൈമാറിയിട്ടുണ്ട് ഈ അതിജീവിതയ്ക്ക് എന്നുള്ള കാര്യം. അപ്പോൾ ആ മരുന്ന് കൈമാറിയത് ജോബി ജോസഫ് തന്നെയാണ് എന്നുള്ളത് ഈ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്ക് ഒരു പൊതി കൈമാറിയിരുന്നുവെന്ന് കേസിലെ രണ്ടാം പ്രതിയായ ജോബി ജോസഫ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അന്ന് അതിജീവിതയുടേതായി വന്ന ശബ്ദ സംഭാഷണത്തിലടക്കം ഇത്തരത്തിൽ ഒരു ഗർഭചിത്രത്തിനുള്ള ഗുളിക രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തുവിട്ടു. അത് ജോബി ജോസഫാണ് കൊണ്ടുവന്നതെന്ന വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തിരുന്നു. വിവരങ്ങളാണ് ഷീജ നൽകിയത്.